മധുര ജല്ലിക്കെട്ട് ഗ്രാമമാണ്. ആ മധുരയിലെ ഉൾനാട്ടിലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ബുൾ ലേഡിയുണ്ട്. സെൽവറാണി എന്നാണ് പേര്. ഇതേ ഈ പ്രകൃതി മനോഹരമായ പാടത്തിൻ്റെ നടുക്കാണ് സെൽവറാണിയുള്ളത്. സെൽവറാണിക്ക് കുറച്ച് മാടുകളുണ്ട്. അത് ജല്ലിക്കെട്ടിന് പോകും, സമ്മാനം അടിക്കുകയും ചെയ്യും. എന്താണ് സെൽവറാണിയെ വ്യത്യസ്തയാക്കെന്ന് അറിയണ്ടേ? നോക്കാം. $50 സെന്റ് സ്ഥലത്ത് ഈ ചെറിയ തൊഴുത്താണ് സെൽവറാണിയുടെ വാസഗൃഹം. എന്താണ് സമ്പാദ്യമെന്ന് ചോദിച്ചാൽ ദേ ഈ 3 ജല്ലിക്കെട്ട് മാടുകൾ. കാങ്കേയൻ, തൊട്ടച്ചി, പിന്നെ രാമുവും ചേർന്നതാണ് സെൽവറാണിയുടെ ജീവിതം. ഈ കഷ്ടപ്പാടിൽ കഴിയാതെ മാടിനെ വിറ്റ് വീട് പണിത് കഴിഞ്ഞൂടെന്ന് ചോദിച്ചാൽ സെൽവറാണി പറയും, മാട് നൽകിയ പെരുമ അതാണ് വലുത്. கூட்டுக்கு அது வந்து எங்களோட கூட பிறந்த உடன்பிறப்பு மாதிரி பசின்னு சாப்பிடவே இல்லை. நான் சாப்பாடு சாப்பிட்டு 3 நாள் காப்பி குடித்தேன். மாடு வரும்போது 2 வடை அழுகுருவோ இல்லை சாப்பிட்டு வந்தேன். இன்ன வரைக்கும் சாப்பிடவே இல்லை. மாடு இப்போ ஜெயிச்சது எங்களுக்கு அவ்வளோ சந்தோஷமா இருந்துச்சு. ഒരു ദിവസം ഒരു മാടിനെ പോറ്റാൻ 1000 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. 3 മാടുകളുടെ മാസച്ചെലവ് കണ്ടെത്താൻ കൂലിപ്പണിക്ക് പോകും. സഹായത്തിന് സഹോദരൻ സേതുപതിയും പിന്നെ നാട്ടുകാരും. அது வந்து ரொம்ப கஷ்டப்பட்டுச்சு. அதுக்கெல்லாம் எல்லாம் பார்க்கணும். எல்லாருமே வந்து கஷ்டந்தே வந்து அதுக்காக வந்து எதுவுமே வந்து ஜல்லிக்கட்டு கலையை வந்து யாருமே பெருமைக்கு வளர்க்கலை. ஆனால் சம்சாரின்ற நான் என்னை போல ரொம்ப கஷ்டத்தில் தான் எல்லாருமே ஜல்லிக்கட்டு வச்சு வளர்த்துருக்காங்க. ஒரு சில பேர் வந்து பணத்துக்காக ஜல்லிக்கட்டு வச்சு வளர்க்குறாங்க. அது வந்து உலகம் ஏற்றுக்கிறாரு. ജല്ലിക്കെട്ട് കാളകളെ പരിപാലിക്കാൻ സാമ്പത്തികം മാത്രം പോരാ, അപാരമായ ധൈര്യവും വേണം. മെരുങ്ങുന്ന ഇനമല്ല ജല്ലിക്കെട്ട് മാടുകൾ. മുന്നിൽ വരുന്നവരെ തൂക്കിത്തട്ടി എറിഞ്ഞാണ് ശീലം. എന്നാൽ വടിവാസലിലെ പോരാളികളെക്കാൾ കരുത്തോടെ സെൽവറാണി ഈ കാളക്കുറ്റന്മാരുമായി ജല്ലിക്കെട്ടിന് പോകുന്നു. ജീവിതമെന്നാൽ കാളയെ വിറ്റ് വീട് വെച്ച് ഉണ്ടുറങ്ങുകയല്ല ഇവരുടെ ലക്ഷ്യം. ജീവനുള്ള കാലം ജല്ലിക്കെട്ട് പെരുമയിൽ കാളകളുമായി ഒരു പോരാളിയായി കഴിയണം. മധുരയിൽ നിന്നും ക്യാമറമാൻ പ്രേമിനൊപ്പം മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്.